വർഷങ്ങളിലുമുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട സേവനം ഈ വർഷം ലഭ്യമാക്കും. അതിന് സിയാലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആവശ്യമായ പണം സിയാൽ എത്ര വേണമെങ്കിലും അനുവദിക്കും. ആ വാക്കിൽ നിന്നായിരുന്നു നമ്മുടെ ഈ ഹജ്ജ് ക്യാമ്പിന്റെ തുടക്കം. അദ്ദേഹത്തോട് നമുക്കുള്ള കടപ്പാടും അതുപോലെ തന്നെ ആദരവും ഞാൻ ഈ സന്ദർഭത്തിൽ യാതൊരു പിശുക്കുമില്ലാതെ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. പോകുന്ന എല്ലാ ഹാജിമാരും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, ലോകവും സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും മറുപടി വരുത്താൻ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം എന്ന് വിനയപുരസ്സരം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഹജ്ജ് ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുവാൻ കേരളത്തിന്റെ പ്രഗത്ഭനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹ്റ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരീ സഹോദരന്മാർ, ഇവിടെ ഹജ്ജ് തീർത്ഥാടകരുടെ ക്യാമ്പിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് നാം എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. മുസ്ലിം ജനവിഭാഗങ്ങളുടെ പഞ്ചകർമ്മങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. ഹജ്ജിന് വളരെ ഉയർന്ന നിലയിലുള്ള സാമൂഹ്യ പ്രാധാന്യം. ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം ത്യാഗവും സാഹോദര്യവുമാണ് എന്നതാണ് അതും പ്രധാനം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദേശവ്യത്യാസമോ വേഷവ്യത്യാസമോ ഭാഷാവ്യത്യാസമോ ഇല്ലാതെ ഒരേ മനസ്സോടെ 30 ലക്ഷത്തോളം പേർ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന മഹാസംഗമമാണ് ഇത്. ഇന്ത്യയിൽ നിന്ന് സർക്കാർ വഴി ഒരു ലക്ഷം പേരാണ് ഹജ്ജിന് പോകുന്നത്. 22,000-ഓളം പേർ പോകുന്ന ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹാജിമാർ യാത്രയാകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നിന്നാണ്. കേരളത്തിൽ നിന്ന് ഈ വർഷം ഹജ്ജിന് പോകുന്നവരെക്കുറിച്ച് നേരത്തെ തന്നെ ബഹുമാനായ ചെയർമാൻ ഹജ്ജ് കമ്മിറ്റി കോട്ടുമല ബാപ്പു മുസ്ലിയാർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അധ്യക്ഷനും ആ കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി സംയോജിതവും ഫലപ്രദവുമായി ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ നമ്പർ ഹജ്ജിന് പോകുന്നതിന് സാധ്യമായിട്ടുള്ളത്. കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹാജിമാരെ യാത്രയയക്കുന്നത് ഈ വർഷമാണെന്ന്
നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഹാജിമാർ അപേക്ഷ സമർപ്പിക്കുന്നത് മുതൽ അവർ ഹജ്ജിന് പോയി തിരിച്ചു വരുന്നതുവരെ അവർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ശാസ്ത്രീയവും സമയബന്ധിതവുമായി ചെയ്തു കൊടുക്കുന്നതിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും സംസ്ഥാന സർക്കാരും അങ്ങേയറ്റത്തെ ജാഗ്രതയാണ് പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹജ്ജ് സേവനത്തിൻ്റെ കാര്യത്തിൽ കേരള മോഡൽ മറ്റ് സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കണമെന്ന് ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയും സൗദിയിലെ ഇന്ത്യൻ കോൺസുലേറ്റും വിവിധ സമയങ്ങളിലായി ഇതര സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികളോട് ആവശ്യപ്പെടുന്നത്. ഹാജിമാരുടെ സേവനത്തിന് സമയവും സമ്പത്തും ചെലവഴിക്കുന്ന ഹജ്ജ് ട്രെയിനർമാരുടെ പ്രവർത്തനം, ഹജ്ജ് ക്യാമ്പ് വളണ്ടിയർമാരുടെ സേവനം, ഇതെല്ലാം കേരളത്തിൻ്റെ സവിശേഷതയാണ്. യാതൊരു പ്രതിഫലവും പറ്റാതെയാണ് ഈ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നത്. തുടർച്ചയായി 5-ാം വർഷം അപേക്ഷിച്ചവരും 70 വയസ്സിന് മുകളിലുള്ള വിഭാഗത്തിൽപ്പെടുന്നവരും മാത്രമാണ് ഈ വർഷം ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. തുടർച്ചയായി 4-ാം വർഷം അപേക്ഷിച്ച 9300ഓളം പേർ ഇപ്പോഴും കാത്തിരിപ്പ് പട്ടികയിലാണ്. ഹാജിമാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. യാതൊരുവിധ പ്രയാസവും വരാത്ത വിധത്തിൽ ഹാജിമാർക്ക് ഈ ക്യാമ്പിൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുവാൻ കൊച്ചിൻ എയർപോർട്ട് അധികൃതർ തയ്യാറായിട്ടുണ്ട്. അതിനവർക്ക് ആവശ്യമായ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഈ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ആവശ്യമായ തുക വിനിയോഗിക്കുന്നതിനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട് എന്നറിയിക്കുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. കേരളത്തിൻ്റെ പ്രതിനിധികളായി അറഫയിലെ മഹാസംഗമത്തിന് യാത്രയാകുന്ന മുഴുവൻ ഹാജിമാർക്കും ആശംസകൾ നേരുന്നു. ഹാജിമാർ അണിയുന്ന തൂവള്ള വസ്ത്രം സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും പ്രതീകം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ലോക സമാധാന സമ്മേളനമായി ഹജ്ജിനെ പൊതുവെ കാണുന്നത്. ഇന്ത്യയെപ്പോലെ ഒരു ബഹുമത സാമൂഹ്യ ഘടന നിലനിൽക്കുന്ന രാജ്യത്ത് വിവിധ മതസമുദായങ്ങൾ തമ്മിലുള്ള സ്നേഹവും സൗഹാർദ്ദവും പരസ്പര വിശ്വാസവും അതിപ്രധാനമാണ്. സമാധാനത്തിനും സഹവർത്തിത്വത്തിനും അതീവ പ്രാധാന്യം നൽകുന്ന ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഹജ്ജ് കർമ്മത്തിനായി പോകുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പരാമർശിച്ച ഒരു കാര്യത്തെക്കുറിച്ച് കൂടി
പറയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. അത് ഹജ്ജ് ക്യാമ്പ് 2 വർഷമായി ഇവിടെ ഒരുക്കുന്നു. അതിന് കാരണം കോഴിക്കോട് എയർപോർട്ടിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ പങ്കാണ്.